നമസ്കാരം. ഇന്ത്യൻ വിപണിയിൽ പ്രീമിയം മോട്ടോർ സൈക്കിളുകൾക്കെല്ലാം വലിയ ഡിമാൻഡ് ആയതോടെ ആഗോള കമ്പനികളെല്ലാം തന്നെ കണ്ണുവച്ച ഇന്ത്യയിലേക്ക് വരുന്നത് കാണുകയാണ്. ട്രയംഫും ഹാർലിയും എല്ലാം ചെറിയ ബജറ്റിൽ മോഡലുകൾ ഇറക്കിയത് ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് തന്നെയാണ്. ഇതിനു പിന്നാലെ കിവെ, ക്യൂജെ മോട്ടോർ പോലുള്ള ബ്രാൻഡുകളും അടുത്ത കാലത്ത് കടന്നു വരുന്നതിനും നാം സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ഇതൊന്നും കാര്യമായി ഗതി പിടിച്ചില്ലെങ്കിലും ഇപ്പോഴും തുറന്നു കിടക്കാനൊരു സാധ്യതയുണ്ട്. ഇത് മുതലെടുക്കാനായി പുതിയൊരു ബൈക്ക് ബ്രാൻഡ് ഇന്ത്യയിലേക്ക് വരികയാണ്. ഓസ്ട്രിയൻ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ബ്രിക്സ്റ്റൺ മോട്ടോർ സൈക്കിൾസ് ആണ് ഇന്ത്യൻ വിപണിയിലേക്കുള്ള പ്രവേശനം പ്രഖ്യാപിച്ച് ഞെട്ടിച്ചിരിക്കുന്നത്. KAW വെലോസ് മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ചാണ് ഈ ഒരു പ്രശസ്ത മോട്ടോർ സൈക്കിൾ ബ്രാൻഡ് നമ്മുടെ രാജ്യത്തേക്കും കടന്നു വരുന്നത്. മോട്രോൺ, മലകുട്ടി തുടങ്ങിയ മോട്ടോർ സൈക്കിൾ ബ്രാൻഡുകളുടെ ഉടമസ്ഥതയിലുള്ള കേസർ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ബ്രിക്സ്റ്റൺ മോട്ടോർ സൈക്കിൾ കമ്പനി. വിദേശത്ത് വൈവിധ്യമാർന്ന റെട്രോ ബൈക്കുകൾ പുറത്തിറക്കുന്നവരിൽ കേമന്മാരാണ് ഇവർ. യൂറോപ്പും ഏഷ്യയുടെ മറ്റ് ഭാഗങ്ങളിലുമായിരുന്നു ബ്രിക്സ്റ്റൺ പ്രധാന ശ്രദ്ധ കൊടുത്തിരുന്നത്. KVMPL-മായി 2 വർഷത്തെ ആസൂത്രണത്തിന് ശേഷമാണ് തങ്ങളുടെ ഇന്ത്യൻ പ്രവേശനം ബ്രിക്സ്റ്റൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വർഷം രാജ്യത്ത് 4 മോട്ടോർ സൈക്കിളുകൾ അവതരിപ്പിക്കാനാണ് നിർമ്മാതാക്കളുടെ പദ്ധതി. ബ്രിക്സ്റ്റന്റെ ഓസ്ട്രേലിയൻ ഡിസൈൻ സെന്ററിലാണ് ബൈക്കുകൾ വികസിപ്പിക്കുന്നത് എന്നതിനാൽ തന്നെ എന്തെങ്കിലും കാര്യമായി തന്നെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. മഹാരാഷ്ട്രയിലെ കൊലാപൂരിലുള്ള കമ്പനിയുടെ പുതിയ നിർമ്മാണ കേന്ദ്രത്തിലായിരിക്കും ഇന്ത്യയിലെ പ്രൊഡക്ഷൻ നടക്കുക. ബ്രിക്സ്റ്റൺ മോഡലുകൾ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിക്കുമോ അതോ കംപ്ലീറ്റ്ലി നോക്ക്ഡ് ഡൗൺ, അതായത് CKD കിറ്റുകളായി കൊണ്ടുവന്ന് പ്രാദേശികമായി അസംബിൾ ചെയ്യുമോ എന്ന നിലവിൽ വ്യക്തമായിട്ടില്ല. ഇന്ത്യൻ ഉപയോക്താക്കൾക്കായി പ്രത്യേകം വികസിപ്പിച്ച അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളുകൾ ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന മോഡൽ നിര തന്നെയായിരിക്കും തങ്ങൾക്കുണ്ടായിരിക്കുക എന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഏകദേശം ഉത്സവ സീസണോടെ ബ്രിക്സ്റ്റൺ മോട്ടോർ സൈക്കിളുകൾ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യൂറോപ്പിൽ 125 cc മുതൽ 1222 cc വരെയുള്ള ബൈക്കുകളുടെ ഒരു വലിയ മോഡൽ ലൈനപ്പാണ് ബ്രിക്സ്റ്റണിന് ഉള്ളത്. ഈ വർഷം ഇന്ത്യക്കായി കൊണ്ടുവരുന്നതിൽ ആദ്യത്തേത് അഡ്വഞ്ചർ ബൈക്കാവാനാണ് സാധ്യത. നിലവിൽ അഡ്വഞ്ചർ മോഡലുകൾക്ക് രാജ്യത്തുള്ള സ്വീകാര്യത ബ്രാൻഡ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിനാലാകാം ഇത്തരമൊരു തീരുമാനം വന്നിരിക്കുന്നത്. തെക്ക് കിഴക്കൻ ഏഷ്യൻ, ആഫ്രിക്കൻ വിപണികളുടെ തന്ത്രപ്രധാനമായ കയറ്റുമതി കേന്ദ്രമായി രാജ്യത്തെ മാറ്റാൻ സഹായിക്കുന്ന ഒരു ഗവേഷണ വികസന, അതായത് R&D കേന്ദ്രം ഇന്ത്യയിൽ സ്ഥാപിക്കാനും ബ്രിക്സ്റ്റൺ പദ്ധതിയിടുന്നുണ്ട്. ഇതിനുശേഷം 2024 അവസാനത്തോടെ 15 ഡീലർഷിപ്പുകൾ ആരംഭിച്ച കമ്പനി പ്രവർത്തനം ആരംഭിക്കുകയും അടുത്ത വർഷം 50 ഔട്ട്ലെറ്റുകളിലായി വികസിപ്പിക്കുകയും ചെയ്യും. യൂറോപ്പിൽ ബ്രിക്സ്റ്റൺ പ്രാഥമികമായി റെട്രോ തീം മോട്ടോർ സൈക്കിളുകളാണ് വിൽക്കുന്നത്. ഇത് റോയൽ എൻഫീൽഡിനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എതിരാളികളാക്കാൻ സാധ്യതയുണ്ട്. രാജ്യാന്തര തലത്തിൽ 125 cc മുതൽ 1222 cc വരെയുള്ള 14 മോട്ടോർ സൈക്കിളുകൾ കമ്പനിക്ക് വിൽപ്പനയ്ക്കുണ്ട്. ബ്രിക്സ്റ്റൺ മോട്ടോർ സൈക്കിൾസിൻ്റെ ഇന്ത്യക്കായുള്ള പദ്ധതികളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ അറിയുന്നതോടെ നെഞ്ചിടി പേറുന്നത് എൻഫീൽഡിന് തന്നെയായിരിക്കും. നമുക്കറിയാം, ഇപ്പോഴും ഓഫ് റോഡർ ബൈക്ക് എന്നാൽ ആദ്യ പേര് തന്നെ റോയൽ എൻഫീൽഡ് ഹിമാലയൻ്റെ തന്നെയാണ്. അത്തരത്തിൽ എല്ലാ സെഗ്മെൻറ്റിലും റോയൽ എൻഫീൽഡിന് പറ്റിയ തണ്ടി തന്നെയാണ് ബ്രിക്സ്റ്റൺ ഗ്രൂപ്പിൻ്റേതെന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. വരുന്ന പുതിയ കമ്പനികളെല്ലാം തന്നെ മിഡ് കപ്പാസിറ്റി മോട്ടോർ സൈക്കിൾ വിഭാഗത്തെ ഉന്നം വയ്ക്കുന്നുണ്ടെങ്കിലും ആഭ്യന്തര വിപണിയിൽ ഇപ്പോഴും റോയൽ എൻഫീൽഡിൻ്റെ തട്ട് താണു തന്നെയാണ് ഇരിക്കുന്നത്. ട്രയംഫ് കുറച്ചധികം ആളുകളെ കയ്യിലെടുത്തെങ്കിലും പുത്തൻ ഹിമാലയൻ 450 പുറത്തിറക്കി തങ്ങളുടെ സ്ഥാനം മെച്ചപ്പെടുത്താനും എൻഫീൽഡിന് സാധിച്ചിട്ടുണ്ട്. ബ്രിക്സ്റ്റൺ എത്തുന്നതോടെ മത്സരം എന്തായാലും കടുക്കുമെന്ന് ഉറപ്പാണ്.